ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിലും അതെ. അപ്പൊ ഇത് പാക്ക് ചെയ്യണത് ഞങ്ങൾ എപ്പോഴാണെന്നറിയോ? വാവച്ചിക്ക് ഡേറ്റ് 15-ാം തീയതി, ഞങ്ങൾ പാക്ക് ചെയ്യണത് 13-ാം തീയതിയിലും അതെ. ഇനി വെറും 2 ദിവസം ആ കണക്കിന് നോക്കണ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം 2 ദിവസം കൂട്ടാ ഗൈസ്. പക്ഷെ ഞങ്ങൾ ഈ പാക്ക് ചെയ്യണം പറഞ്ഞിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ പാക്ക് ചെയ്യാൻ ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. ഓരോ കാര്യങ്ങളായിട്ട് ടൈം കിട്ടാതെ ഇങ്ങനെ നീണ്ടു പോയി. അപ്പൊ ഇനിയും ചിങ്കടുവിന്റെ ഡെലിവറി ടൈമിലാണ് ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചു. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, എല്ലാം കൊണ്ടും ഡിലേ ആണ്, എല്ലാ കാര്യങ്ങളും ഡിലേ ആണ്. അതെ, പക്ഷെ എന്താണ് എല്ലാം നമുക്ക് നടക്കുന്നുണ്ട്, പക്ഷെ കുറച്ച് ഡിലേ ആയിട്ട് പോകണം. ഇപ്പൊ പാക്ക് ചെയ്യുന്നത് നമുക്ക് ഡേറ്റ് തന്നതിന്റെ ഒരു ദിവസം മുമ്പാണ് പാക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, ഇത്രയും ദിവസം പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞ അതാണ്, ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തു, പക്ഷെ പാക്ക് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല അല്ലേ. പിന്നെ അതുപോലെ എപ്പോഴാ പെയിന് വരിക കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ ഈ ഒരു ടൈം വരെയും ഒന്നും ഇല്ല. ഇനിയിപ്പോ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ എന്നറിയില്ല. പക്ഷെ ഞങ്ങളൊരു കുറച്ച് ദിവസം മുമ്പ് മുതൽ ഡോക്ടർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ മുതൽ ഞങ്ങളൊരു അലേർട്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് പാക്ക് ചെയ്യാത്തതിന്റെ ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് പെയിൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് വേഗം പെയിൻ വരുന്ന സമയത്ത് പോവാലോ. പാക്ക് ചെയ്യാത്തതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പാക്ക് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. അപ്പൊ ഗൈസ് ഞങ്ങൾ വലിച്ചു നീട്ടിക്കൊണ്ടുള്ള വേമേ നമുക്ക് പാക്ക് ചെയ്യാം. കാരണം ചില വീഡിയോയുടെ ഇടയിൽ പേര് വന്നാലോ. പിന്നെ അതുപോലെ ഫസ്റ്റ് ചിങ്ങടുവിന്റെ ടൈമിലാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് അറിയില്ലല്ലോ, ഫസ്റ്റ് ഡെലിവറി ടൈമിൽ എന്തൊക്കെ കുട്ടിക്കാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആവശ്യം ഉണ്ടാവും എന്നൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേണ്ടതും വേണ്ടാത്തതുമായ കുറേ സാധനങ്ങളാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലേ, അവിടെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു ഇപ്രാവശ്യം ഒരുപാട് സാധനങ്ങൾ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ എന്താണെന്നറിയില്ല, കൂടുതലായതിന്റെ ആണോ? പക്ഷെ അല്ല, എനിക്ക് തോന്നുന്നത് ഈ അത് കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും. അതുകൊണ്ടാണ് തോന്നുന്നു നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരുപാട് എന്ന്. അപ്പൊ കാണിച്ചു തരാം കേസ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. അപ്പൊ എടുത്തോ. അപ്പൊ എന്തായാലും പുതിയൊരാള് വരികയല്ലേ, അപ്പൊ നമുക്ക് പുതിയ ആളുടെ സാധനം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ ഓൾറെഡി പർച്ചേസിംഗിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ കുട്ടിക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തിട്ട് ഞങ്ങള് സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതെ, ഇതിലൊരു അത്യാവശ്യം കുറെ ഡ്രസ്സ് ഉണ്ടാവും. കാരണം അവര് ആ സ്റ്റാർട്ടിങ് നമുക്ക് ഡ്രസ്സും സ്റ്റാർട്ടിങ് എന്നല്ല, കുട്ടികളുടെ കാര്യമല്ലോ, നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യേണ്ടി വരും. ഉണ്ടാവും തോന്നുന്നുണ്ട്. അതെ, അതായത് ഫുള്ള് നമ്മൾ അന്ന് എടുത്ത സാധനങ്ങൾ മൊത്തം എടുത്ത് വാഷ് ചെയ്ത് ഇത്ര ആവശ്യം വരുമോന്ന് അറിയില്ല, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, കുട്ടികളുടെ കാര്യല്ലേ. അതെ, അപ്പൊ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഫസ്റ്റ് ഇത് വെച്ചുട്ടാ. അതാ പിന്നെയും ഡ്രസ്സാണ്. അപ്പൊ രണ്ടാമത്തെ ഡ്രസ് ഇട്ടാ. അടുത്തത് മറ്റേത് സോക്സും ടവല് ക്യാപ്പ് എല്ലാം കൂടി സെറ്റ് ആയിട്ടുള്ള സംഭവങ്ങളില്ലേ. അപ്പൊ അത് വേണ്ടിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് കേട്ടാ. അല്ല, അത് നമ്മളാ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോടാ. അപ്പൊ ഇതില്ലേ, ഇതെല്ലാം ഞങ്ങൾ വാഷ് ചെയ്താണ് കേട്ടോ. വാഷ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് നല്ലതാണ്. കാരണം അവർക്ക് അലർജിയും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടല്ലോ. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കെയർ ചെയ്യുക. പിന്നെ വരുന്നത് നമുക്ക് നോക്കാനേ പറ്റുള്ളൂ. വരാൻ പോവാണ്, അപ്പൊ നമ്മുടെ പല സംഭവങ്ങളും ചേരണം. ഒന്നാമത് ഈ ഒരു ഡിസംബറിലാണ് വരുന്നത്, അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഞങ്ങൾ എല്ലാവർക്കും അതെ ചിങ്ങൂന് സ്റ്റാർട്ട് ചെയ്തു പനിയും കാര്യങ്ങളും. ഇപ്പൊ ജലദോഷത്തിലായി. ഇപ്പൊ എനിക്ക് വന്നിട്ടുണ്ട് ചെറിയ സൗണ്ട് വേരിയേഷൻ ഉണ്ട്. വാവച്ചിക്കുണ്ട്, ചെറുതായിട്ട് അമ്മയ്ക്കുണ്ട്. വാവച്ചിക്ക് വരാതിരിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും ഡെലിവറി കഴിഞ്ഞാൽ മതി എന്ന് മാത്രം ഞാൻ ആലോചിക്കുന്നുള്ളൂ, ബാക്കി ഒന്നും ഞാൻ ആലോചിക്കില്ല. നെക്സ്റ്റ് ഇത് മുണ്ട്, അതായത് കുട്ടിക്ക് അപ്പിയും മൂത്രമൊക്കെ നമ്മൾ കെട്ടിക്കൊടുക്കില്ലേ, ആ ഒരു സംഭവം. ഇത് അത്യാവശ്യം ഉണ്ട് ഇതില്. അതായത് ഇത് മൊത്തം ഞങ്ങൾ കട്ട് ചെയ്തിട്ട് സൈസിനുള്ള കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചത്. ഇത് എക്സ്ട്രാ കട്ട് ചെയ്യാത്ത സാധനം ഉണ്ടാ. അപ്പൊ അതും എടുത്തിട്ടുണ്ട്, നമുക്ക് സേഫ്റ്റി അല്ലേ. പിന്നെ ഇത് നമ്മുടെ വലിയ ചേച്ചിന്റെ ചേച്ചിയാവാൻ പോവല്ലേ, അപ്പൊ അവൾക്കുള്ള ഡ്രസ്സാണ്. ഒരുപാട് നമ്മള് എന്താ പറയാ, മെയിൻ ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് അവിടെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് മതിയാവല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പോ. കാരണം ഒന്നാമത് കുട്ടികളാണ്, അവിടെ കളിയും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ ചളിയും കാര്യങ്ങളൊക്കെ ആവും. അപ്പൊ അതുകൊണ്ട് ഇത്ര ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. ഇനി നോക്കട്ടെ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോണ ടൈമിൽ എടുത്ത് കയ്യിൽ വെക്കാന്നുള്ളൂ. അപ്പൊ ചിങ്ങുവിന്റെ ഇതും വാഷ് ചെയ്താണ് കേട്ടാ. പിന്നെ നെക്സ്റ്റ് ആവേ, എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഈ ഒരു ബോക്സ് തന്നെ ടോട്ടലായിട്ട് ഇതാവും തോന്നുന്നു, കുട്ടിയുടെ തന്നെ. അല്ല, ഇതിൽ തന്നെ മാക്സിമം ഇത് സെറ്റ് ചെയ്യണ തന്നെ നല്ലത്. പിന്നെ നമുക്ക് നോക്കാം ഗൈസ്. അപ്പൊ ഇത് വന്നിട്ട് ചിങ്ങടൂന്റെ ടർക്കിയാണ്. ചിങ്ങടൂന് എന്തായാലും ഒന്നും ആവശ്യമില്ല. എന്നാലും ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ വേറെ എടുത്ത് കാറിലിടും.
പക്ഷെ എന്നാലും നമുക്ക് അവിടെ പോയിട്ടും നമ്മൾ അഡീഷണൽ ഓരോന്ന് എടുത്തു വെക്കും. നമുക്ക് അവിടെ നിന്ന് മേടിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓടേണ്ട ആവശ്യം വരില്ലല്ലോ എടുത്തു വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ എന്താണ് കുഞ്ഞാവയ്ക്കുള്ള കുറച്ച് ഐറ്റംസ് ആണ് ടർക്കി, പിന്നെ അതുപോലെ ഇതെന്താ പറയുക ഡ്രൈ ഷീറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ കേട്ടോ. ഡ്രൈ ഷീറ്റ് വേറെയും ഉണ്ട്, പക്ഷെ ഞങ്ങൾ 2 എടുത്തിട്ടുള്ളൂ അല്ലേ. ഹോസ്പിറ്റലിൽ അധികം ഒന്നും ഇരിക്കില്ലല്ലോ, ഇരിക്കുള്ളൂ ബേബി. അതത്രേ ഉള്ളൂ. അതൊരാൾ വരുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെ ടർക്കി കാര്യങ്ങൾ അതൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ആവേ സാധനം ഉണ്ട് കേട്ടോ. അതെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം നമ്മൾ കോട്ടൻ്റെ എന്ന് പറഞ്ഞപ്പോൾ ഏതാണെന്ന് പറയുമെന്ന് പറഞ്ഞിട്ട്. അതായത് ഡൈപ്പർ ഇല്ലേ, ഞങ്ങൾ ചിങ്കുന് യൂസ് ചെയ്യുന്നു, കുറേ യൂസ് ചെയ്തിട്ട് ഒന്ന് ഫൈനൽ ചെയ്ത് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് ഈ സാധനമാണ് കേട്ടോ. അതായത് വേറെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചിങ്കുന് റാഷസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓരോരോ പാമ്പേഴ്സ് ചേഞ്ച് ചെയ്ത് നോക്കിയിട്ട് ഫൈനൽ ചെയ്താണ്. അതായത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല, ഞങ്ങൾ യൂസ് ചെയ്ത് കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നുന്നത്. അതായത് പാമ്പേഴ്സിൻ്റെ തന്നെയാണ് അത്, അവരുടെ കുറച്ച് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന സംഭവം. അത് കോട്ടൺ ആണ്, നല്ല സംഭവം. ചിങ്കുന് ഇതേ സെയിം സാധനമാണ് ചിങ്കുന് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഉള്ള ആൾക്ക് ഇത് ചേരുമെന്നൊന്നും അറിയില്ല, നമുക്ക് യൂസ് ചെയ്താലേ നമുക്ക് അറിയുള്ളൂ ഗൈസ്. അപ്പൊ ഇത് ഇട്ടാ അതും എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ നെക്സ്റ്റ് ഇട്ടാ, അതായത് കുട്ടിയുടെ ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്റെ വാവച്ചിന്റെ വന്നിട്ടില്ലേ, മറ്റേ വാവച്ചിക്ക് മെറ്റേണിറ്റി കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് പ്രീതി ഷേപ്പ് പേരിൽ അവരയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ട് വാവച്ചിക്ക് ഫീഡ് ചെയ്യാൻ എല്ലാം ഫീഡ് ചെയ്യാൻ ടൈപ്പ് തന്നെയാണ്. സിബ് ടൈപ്പും മറ്റേ ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പ് ബനിയൻ ക്ലോത്ത് ടൈപ്പാണ് കൂടുതൽ എടുത്തത്. കാരണം ആ ടൈമിൽ കുറച്ചുകൂടെ വാവച്ചി കംഫർട്ട് അതായിരിക്കും, സേഫ്റ്റിക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. ഡ്രസ്സ് ആവശ്യമില്ല, പക്ഷെ എന്നാലും പിന്നെ നമുക്ക് വീഡിയോ പർപ്പസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഓരോ ഡ്രസ്സുകൾ വേണമല്ലോ, ആ ഒരു മൊമെന്റ് ഒക്കെ ഷൂട്ട് ചെയ്യാലോ. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വാവേ ഇത് കുറച്ച് സെറ്റ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ പണിയാണ്. ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ. ഞാൻ സെറ്റ് ചെയ്ത് നടക്കില്ല, ബേബി ആകുമ്പോൾ കറക്റ്റ് ഒതുക്കത്തിൽ സെറ്റ് ചെയ്യും. ഞാൻ വാവച്ചിൻ്റെ അടുത്ത് വാവച്ചി ഇരിക്കും, ഞാൻ വീഡിയോ എടുക്കാന്നാ പറഞ്ഞത് കേട്ടാ. അപ്പോൾ വാവച്ചി പറഞ്ഞു വേണ്ട, ഞാൻ ഇരുന്നാൽ ശരിയാവില്ല പറഞ്ഞിട്ട് എന്നെ പിടിച്ചിരുത്തിയതാണ് ഗൈസ്. അപ്പോൾ വാവച്ചിന് സെറ്റ് ചെയ്തു. എൻ്റെയും ഞങ്ങൾ ഈ വാവച്ചിൻ്റെ ഈ മെറ്റേണിറ്റിൻ്റെ അത് സെയിം ഏകദേശം കളർ വരുന്നതിൽ കുറച്ച് ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ പറഞ്ഞല്ലോ മറ്റേ വീഡിയോയും കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് ഒരു മാച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഈ ഒരു അറ കഴിഞ്ഞു, ഫിനിഷായി. അപ്പോൾ അത് ക്ലോസ് ചെയ്യണം കേട്ടോ. ഇതില്ലേ ഞങ്ങൾ വീഡിയോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടി എല്ലാം റെഡി ആക്കിയില്ലേ. അപ്പോഴാണ് വാവച്ചിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതാണ് നമ്മൾ എടുത്തിട്ട് പെട്ടെന്ന് പെയിൻ വന്ന് എടുത്തിട്ട് ഓടാൻ പറഞ്ഞ സാധനങ്ങളെന്ന്. കാരണം ഇതൊന്നും എടുത്തിട്ട് ഓടാൻ പറ്റില്ല ആ സമയത്ത്. പിന്നെ അതുപോലെ ചെയ്യുന്ന സമയത്ത് 2 പെട്ടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ മറ്റേ ബാഗും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇത് ഒന്നും മതിയെന്ന് വിചാരിക്കുന്നത്, പക്ഷെ എനിക്ക് തോന്നിയില്ല. അല്ല, എന്റെ ഒരു ഇതിൽ മാക്സിമം സെറ്റ് ആവും തോന്നുന്നുണ്ട്. അല്ലേ നമ്മൾ ഇത് വെക്കുമ്പോ തന്നെ കാർ ഫുള്ളാവും, പിന്നെ ഇരിക്കാനും അല്ലേ എല്ലാം. 2 പെട്ടിയാവുന്ന സമയത്ത് നമ്മൾ 2 പെട്ടി വെക്കുമ്പോൾ കറക്റ്റ് ഡിക്കി ഫുള്ളാണ്, പിന്നെ ചെറുതായിട്ട് അടിയിലിടാൻ പറ്റുള്ളൂ. നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഇതിൽ തന്നെ എങ്ങനെയെങ്കിലും ഫില്ലാക്കാൻ നോക്കണം. നല്ല അല്ലറ ചില്ലറ പേര് നോക്കാം അല്ലേ. നെക്സ്റ്റ് നെക്സ്റ്റ് ഇതാ കുഞ്ഞുവാവയ്ക്ക് നമുക്ക് കയ്യിൽ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സാധനം. എന്താ ഇതിന്റെ പേര്? അതെനിക്കറിയില്ല. ഗൈസ് ഇതാട്ടാ ഈ സംഭവം. ഇത് നമുക്ക് മറ്റേ ലിറ്റിൽ ഹ്യൂസ് അവർ അയച്ചത്, ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ തന്നെയാണ് ചിങ്കുന്റെ ടൈമിലും ആവശ്യമില്ലല്ലോ, ചിങ്കുന്റെ ടൈമിലും സെയിം അവർ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇതിൽ തന്നെ മാക്സിമം ഇത് പെട്ടി ക്ലോസ് ചെയ്ത് ദേവമ്മ ഇതിലെടുത്തിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഇതിലാണ് ദേവമ്മ. അതെ, അല്ല ഞാൻ പറയുന്നത് മാക്സിമം ഇതിൽ കുട്ടിൻ്റെ ഒക്കെ കൊള്ളു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ബാഗിലാക്കാവുന്നുള്ളൂ. എന്റെ ഡ്രസ്സ് ഇത് മതി. ഞാൻ പിന്നെ എന്തായാലും ഇവിടെ നിന്ന് പോകുമ്പോ ഇടുമല്ലോ, സമയം കിട്ടുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കും ഇങ്ങനെ ആലോചിക്കുന്നു, ഈ വീഡിയോ എടുത്തതിന്റെ പേര് എക്സസൈസ് ചെയ്യുമ്പോൾ ചോദിക്കും, നമുക്ക് അവാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, അവാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സേഫ്റ്റി അല്ലേ. അതെ, നെക്സ്റ്റ് തോർത്തും പിന്നെ വാവച്ചിക്ക് ആവശ്യമുള്ള കോട്ടന്റെ കുറച്ച് മുണ്ടുകൾ ഇല്ലേ, അപ്പൊ അതും എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഷഡ്ഡികൾ, പിന്നെ എന്താ കുറച്ച് സംഭവങ്ങള് ഇതാട്ടോ ഗൈസ്. ഇത് ഞാൻ അങ്ങനെ വെക്കുന്നുണ്ട്, കാരണം ഇങ്ങനെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ്. ഇല്ലെങ്കിൽ എല്ലാം എന്താണ് തെരഞ്ഞു നടക്കേണ്ടി വരും ഗൈസ്. ഇത് ഒട്ടിക്കല്ലേ നമുക്ക്. ഇത് ഗൈസ് എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് അവിടെ പോണ സമയത്ത് പേസ്റ്റ്
സോപ്പ്, ബ്രഷ്, അങ്ങനെ പിന്നെ ചിങ്കിടുവിനുള്ള ചിങ്കിടുവിന് സെപ്പറേറ്റ് സോപ്പ്, ഷാമ്പു ഒക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് ഫുള്ളായി മേടിക്കാണ്ട് കുറച്ച് അലിഞ്ഞ് തോന്നുന്നില്ല, അത് പോകുമ്പോഴേ മേടിച്ച് അങ്ങനെ എന്തായാലും തോന്നുന്നു, ഓർമ്മയില്ല. പക്ഷെ ഇപ്രാവശ്യം എല്ലാം ഓർമ്മയില്ല കറക്റ്റായിട്ട്. പക്ഷെ എന്താണെന്നറിയോ, ഇത് മേടിച്ച് വെച്ചിട്ട് ഞങ്ങൾ കുറച്ചായി മേടിച്ച് വെച്ചു എന്ന് പറഞ്ഞല്ലേ, ഇതിൽ തന്നെ ഇവിടെ തന്നെ മാക്സിമം കുളിക്കാൻ എല്ലാത്തിനും ഞങ്ങൾ യൂസ് ചെയ്ത്. അപ്പോൾ അവർ തന്നെ എടുത്തിട്ടോ. പിന്നെ ഇതുണ്ട്, അത് പറഞ്ഞോടോ, ടുസു. ടുസു എന്ന് പറഞ്ഞിട്ട് പറയുന്നതല്ല, അമ്മ ഇടയ്ക്ക് പറയും ടുസു ടുസു. അതുകൊണ്ട് പറയാം പിയർ സോപ്പാണ് 2 എനിക്കൊന്ന്, അമ്മയ്ക്കൊന്ന്. അമൃതാഞ്ജലി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു സോപ്പ്, തുണിയൊക്കെ വാഷ് ചെയ്യണമെങ്കിൽ നമ്മളുടെ തുണികൾ വാഷ് ചെയ്യാൻ വേണ്ടി. പിന്നെ പൽപ്പൊടി യൂസ് ചെയ്യേണ്ടവർക്ക് പൽപ്പൊടി യൂസ് ചെയ്യാം. പിന്നെ ഒരു ഹാൻഡ് വാഷ്, പിന്നെ ചിങ്കിടുവിന് ഷാമ്പു, ഒരു സോപ്പ്, മെഡിമിക്സിന്റെ അത് മതി. ഹോസ്പിറ്റലിൽ പോകുമ്പോ കുറച്ച് മണക്കുണ്ട്. അയ്യ അങ്ങനെയൊന്നുമില്ല, കുളിക്കോ എന്തോലോ. പിന്നെ അറിയില്ല, ചിങ്കിടുവിന്റെ മോയിസ്ചറൈസർ ഞങ്ങൾ അതിന് വേണ്ടി സെപ്പറേറ്റ്. ചിങ്കിടുവിന്റെ ഇവിടെ ഒരാൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് എത്തി നോക്കലാണ് പണിയിട്ടാ. അല്ലെ, ചിങ്കിടുവിന് യൂസ് ചെയ്യണം സോപ്പ്, പിന്നെ അതുപോലെ ബ്രഷ്, പിന്നെ ഒരു എക്സോ സോപ്പ് കേട്ടാ. എന്താ പറയാ, പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് അത് വാഷ് ചെയ്യണല്ലോ, ഇല്ലെങ്കിൽ നമ്മൾ ആ വെള്ളത്തിൽ തന്നെ ആക്കി എണ്ണം വെക്കൊക്കെ നിൽക്കും. പിന്നെ അതുപോലെ മുടി ഉണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ പിന്നെ ചീവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഇടണല്ലോ, സെപ്പറേറ്റ് വെക്കാട്ടോ ബേബിയെ. പിന്നെ ബഡ്സ് ആ ബഡ്സ് അല്ല, ഇത് ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടാ മേടിക്കുമ്പോ. ഞങ്ങൾ തന്നെ ഇതിൽ തന്നെ എടുത്തെടുത്ത് എല്ലാം കഴിഞ്ഞു ഗൈസ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം എത്ര ദിവസമായി ഇത് മേടിച്ചു വെച്ചിരുന്നു. കുളിക്കുന്നവർക്ക് യൂസ് ചെയ്യാം എണ്ണ ഗൈസ്. ഇതും മേടിച്ചു വെച്ച് കുറച്ച് യൂസ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടി മേടിക്കണ്ടല്ലോ. പിന്നെ മെയിൻ ആയിട്ട് പേസ്റ്റ് മേടിച്ചിട്ടില്ല. അതായത് എന്ത് സംഭവിച്ചാലും വാവച്ചിക്ക് ഇടയിൽ പല്ല് വേണ്ടതായിട്ട് കാണുന്ന സമയത്ത് വാവച്ചി പൽപ്പൊടി യൂസ് ചെയ്തിട്ട് അങ്ങനെ പല്ല് തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പേസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. ഞാനും അത് യൂസ് ചെയ്യുന്നത്. പക്ഷേ അടിപൊളിയാണ്. അതുകൊണ്ട് അതന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, വേറെ ഒന്നും മേടിച്ച് തേക്കുന്നില്ല. അപ്പോൾ അത് മേടിക്കണം ഗൈസ്. നാളെ മറന്നുപോയി ലോവേ, അത് മാറ്റടാ നോക്കട്ടെ. ആ ഗൈസ്, ഇതിൽ പായ കയറും, നമുക്കത് അതിലാക്കാം. ഗൈസ് അപ്പോൾ ഇതിൽ 2 പായ എടുത്തിട്ടുണ്ട്, ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ മെയിൻ ബാഗ് ക്ലോസ് ആയി. ഇതില്ലേ ഇതാക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി ഞങ്ങൾ ഓടുന്നില്ല. ഇതാക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ചിങ്കിടുവിന് ഇപ്പോൾ വയ്യ, ചിങ്കിടുവിനും മൂടില്ല. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ നമുക്ക് ടൈം കിട്ടില്ല ഗൈസ്. ക്ലൈമറ്റിന്റെ ഇതിൽ ടോട്ടലായിട്ട് ഒരു മൂഡ് ഓഫ് ഉണ്ട്, ഒന്നിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ. അത് അങ്ങനെയുള്ളവർ കമന്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരുപാട് തോന്നാറുണ്ട്. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്, അയ്യോ ഇനി ഇപ്പൊ നമുക്ക് മാത്രമായിരിക്കും, ഇനി എല്ലാവർക്കും ഉണ്ടാവുമെന്നൊന്നും അറിയില്ല അല്ലേ. അങ്ങനെയൊക്കെ ഞങ്ങൾ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉണ്ടാവും തോന്നുന്നുണ്ട്. അയ്യോ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനത്തെ 2 പെട്ടിയും പിന്നെ ഇതിന്റെ ചെറിയൊരു ബാഗ് പാത്രങ്ങളാക്കാനാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം ഇത് കുറച്ച് വലുത് മേടിച്ചു. അപ്പോൾ നമുക്ക് ഈ 2 മാക്സിമം ഒതുങ്ങി കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുപോലത്തെ ഒരു 3 ബാഗ് 4 ബാഗ് മേടിച്ചാലും കുഴപ്പമില്ല. കാരണം കാരണം പെട്ടിയാവുമ്പോൾ നമുക്ക് ഒന്ന് ചരിക്കാനോ ഒന്നിനും പറ്റില്ലല്ലോ, കറക്റ്റ് ആയിരിക്കും. അതെ. അപ്പൊ വാവേ ഗൈസ്, ഇതിൽ പുതപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇതിൽ വെക്കണായിരിക്കും നല്ലത്. ഗൈസ് ബെഡ്ഷീറ്റ് ഇട്ടാ 2 എടുത്തിട്ടുണ്ട്. പുതപ്പ് എന്താണോ അറിയില്ല, എന്റെയാ പറയാൻ പറ്റില്ല. നഖമൊക്കെ വെട്ടണം ഗൈസ്. എന്താ വെച്ചാല് ഇല്ലേ പണി കിട്ടും. ആ ബാഗ് ഞാൻ വലുതുപോലെ തോന്നി, ഇട്ട് വരുമ്പോ ചെറുതുപോലെ. ഇതാ ഞാൻ പറയാൻ വന്നതാണ്, ഇതാണ് മെയിനായിട്ട് സ്പേസ് കുറയ്ക്കുന്ന സാധനം. എന്ത് പുതപ്പ്. പക്ഷെ നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് എടുക്കാതിരുന്ന നടക്കില്ല. ലോവേ ഞങ്ങൾ കുറച്ച് കൂടുതൽ എടുത്ത് വെക്കുന്നുണ്ട് ഗൈസ്. അത് അമ്മയ്ക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ്. അത് ഇതിൽ കയറ്റാ തന്നോ. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ 10 മാക്സി മേടിച്ചു. പുതിയതാണ്, എടുക്കാൻ മനസ്സൊന്നുമില്ല, പെട്ടെന്ന് കേട് വന്നാലോ. ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ല, യൂസ് ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ എന്തായാലും ഇത് യൂസ് ചെയ്ത് കേട് വരാൻ അപ്പോൾ എല്ലാം ഒന്നും എടുത്തില്ല, 5 മാത്രം എടുത്തുള്ളൂ കേട്ടോ. ഒരു സാരി എടുത്തിട്ടുണ്ട്, പിന്നെ സ്കേർട്ട്. മാക്സിമം സാധനങ്ങൾ ഒഴിഞ്ഞൂലേ, സമാധാനം. വാവച്ചിങ്ങനെ ഇരുന്നിട്ട് പറയുന്നത് എന്തായാലും ഇതിൽ കയറില്ല തോന്നുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം അങ്ങനെ അമ്മൻ്റെ കഴിഞ്ഞു.
ഇനിയിപ്പോൾ ഇത് നമുക്ക് സൈഡ് ഇടാൻ തോന്നുന്നു. അല്ല ഇതിൽ കൊള്ളോ നോട്ടേട്ടാ, കൊള്ളുകയാണെങ്കിൽ അങ്ങനെ അതിൽ കൊള്ളുമല്ലോ. കഴിഞ്ഞില്ലേ? അപ്പോൾ സക്സസ് ആയി. 2 മാക്സിമം കഴിഞ്ഞു. പിന്നെ അതെടുക്കുക. ഇത് നമുക്ക് കുട്ടിനെ അവിടെ മറ്റേ വിരിച്ചിട്ട് ഞങ്ങൾ പർച്ചേസ് വീഡിയോയിൽ കാണിച്ചതല്ലേ, അതിൽ കിടത്തുന്നത്. ഇത് വന്നിട്ട് അങ്ങനത്തെ ഒരു കമ്പിൻ്റെ ഇതായതുകൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് അങ്ങനത്തെ ഇതായതുകൊണ്ട് പെട്ടിനുള്ള കുത്തി നിറയ്ക്കണമെന്ന് വെച്ചു. അപ്പോൾ ഇത് ഓൾറെഡി പാക്കിങ്ങിൽ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് വണ്ടിയിൽ വയ്ക്കണം നല്ലതെന്ന് തോന്നി. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ്. പിന്നെ ഇതൊക്കെ നമുക്ക് അത് കുറവാണ്, മാക്സിമം ഒഴിവാക്കി. പിന്നെ ഇതൊക്കെ നമുക്ക് അഡീഷണൽ എടുത്തിട്ട് പോവാം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വരുന്ന സമയത്ത് കുട്ടീൻ്റെ ഐറ്റംസ് എന്തെങ്കിലും അവിടെ നിന്ന് കൂടാൻ ചാൻസ് ഉണ്ട് അല്ലേ, ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ അതുപോലെ ഇനി എന്താന്ന് പറയാ ബേബി ആക്കേണ്ടത്, ഞങ്ങൾ ഇതിൽ വെച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ ഇതില്ലേ പാത്രങ്ങളെ, ഫ്ലാസ്ക്, പിന്നെ കുറച്ച് പ്ലേറ്റുകള്, സ്പൂൺ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് എന്തായാലും ആക്കണം. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് മേടിക്കുകയാണെങ്കിലും ഇവിടെ വന്നിട്ട് എല്ലാവരും കഴിക്കണ്ടേ. പിന്നെ ചായയൊക്കെ മെയിൻ ആയിരിക്കും അവിടെ. അപ്പൊ നമുക്ക് ഫ്ലാസ്ക് ഒക്കെ എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം. അപ്പൊ എന്തായാലും ഫ്ലാസ്ക് കാര്യങ്ങള്, പാത്രം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണത്. ഇപ്രാവശ്യം കുറച്ച് പണി കൂടുതലായി. കാരണം കഴിഞ്ഞ പ്രാവശ്യം ചിങ്കിടും ഇല്ലാത്തത് കൊണ്ട് ഒരാളെ മാനേജ് ചെയ്യണം. അരി നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്രാവശ്യം ചിങ്കിടും ഇതെല്ലാം കൂടിയിട്ട് ആലോചിച്ചിട്ട് എന്ത് ചെയ്യുന്ന ഒരു പിടുത്തില്ല. കാര്യമില്ല, കാരണം അമ്മയ്ക്ക് അമ്മ തന്നെ വേണം, അച്ഛനച്ഛൻ തന്നെ വേണം, അങ്ങനെയുള്ള ഒരു ബേസ് ആണല്ലോ. എല്ലാത്തും നമ്മൾ ഓടിയെത്തും വേണം. നോക്കാം, എല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണല്ലോ അല്ലേ അവ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ എന്തായാലും ഇനി വേറെ ഒന്നും ഇല്ലല്ലോ, ഒന്നും വിട്ടില്ല എന്ന് വിചാരിക്കും ഗൈസ്. അഥവാ എന്തെങ്കിലും ഞങ്ങൾ അഡീഷണൽ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോണ സമയത്ത് ഞങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് കാണിച്ചു കിട്ടും. അല്ല പോണ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല, അങ്ങനെ അഡീഷണൽ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇനിയിപ്പോ സപ്പോസ് എന്തെങ്കിലും ഇതാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ നീ മേടിക്കാം. അതെ, പെട്ടെന്നൊന്നും എടുത്താൽ കയ്യിൽ കിട്ടില്ല. ഇതിപ്പോ മാക്സിമം എല്ലാം ഞങ്ങൾ ആക്കിയിട്ടുണ്ട്. ഇനിയോ പാത്രം കാര്യങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും അത് ചാർജർ അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് പോകുമ്പോ എടുക്കണില്ല, കാരണം നമുക്കിപ്പോ ഡെയിലി അത് യൂസ് ചെയ്യേണ്ട സംഭവങ്ങളല്ലേ. അപ്പൊ അതൊക്കെ നോക്കാം ഗൈസ്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്താ പറയാ, കുറച്ച് ലേറ്റ് ആയി. കുറച്ചൊന്നുമല്ല, ഒരുപാട് ലേറ്റ് ആയി. കാരണം ഒന്ന് ആലോചിച്ച് നമുക്ക് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് മറ്റന്നാളാണ്. നമ്മൾ ഇന്നാണ് ഹോസ്പിറ്റലിൽ ബാഗ് പാക്ക് ചെയ്യുന്നത്. പിന്നെ ഇടയിൽ പെയിന് വരാത്തത് ഭാഗ്യം. കാരണം പെയിനും കാര്യങ്ങളും വന്നാൽ നമുക്ക് പാലക്കാടല്ലോ. ബ്ലീഡിങ് ആയപ്പോ വിചാരിച്ചു പെട്ടെന്ന് സെക്കൻഡ് ഡെലിവറി അല്ലേ, അപ്പൊ പെട്ടെന്ന് ആവുന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ നോക്കുമ്പോ പ്രതീക്ഷകളൊക്കെ തെറ്റി പോവാണ്. ഇനിയിപ്പോ 2 ദിവസമല്ലേ ഉള്ളൂ. അതില് 2 ദിവസമല്ലടോ, 1 ദിവസം. പിറ്റേ ദിവസം ഡേറ്റ് പറഞ്ഞത്. എന്നാലും 12 മണി വരെ കാൽക്കുലേറ്റ് ചെയ്യാലോ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാലോ. അപ്പോ ആ 2 ദിവസത്തിൽ വേദന വന്നാ അങ്ങനെ, ഇല്ലെങ്കിൽ എന്താണ് പറയാന്നൊന്നും അറിയില്ല അല്ലേ. നമുക്ക് നമ്മുടെ ഡേറ്റ് പറഞ്ഞിട്ട് അതിന്റെ പിറ്റേ ദിവസം പിന്നെ പോകാൻ പറഞ്ഞെങ്കിൽ പെയിനും കാര്യം വന്നിട്ടില്ലെങ്കിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. എന്താണെന്ന് അറിയില്ല, ഞങ്ങളും വെയിറ്റിംഗ് ആണ്. ഇപ്പൊ ഇത് എടുത്തു കഴിഞ്ഞിട്ട് രാത്രി കിടക്കുമ്പോൾ പെയിന് വന്നാൽ സുഖമായി ബാഗ് എടുത്തിട്ട് അങ്ങനെ പോവാ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണേ എന്താണ് വേദന വന്നോ. അതായത് ചിങ്കുവിന്റെ സമയത്ത് വാവച്ചിക്ക് പെയിൻ ഉണ്ട് പറഞ്ഞു. എന്താണ് യൂറിൻ ഇൻഫെക്ഷൻ പറഞ്ഞു. പക്ഷെ യൂറിൻ ഇൻഫെക്ഷൻ ആയിരുന്നില്ല, അത് വാവച്ചിക്ക് ഡെലിവറി പെയിൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് വാവച്ചിന് ചെറിയ ഡൗട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ പോലെയൊക്കെ തന്നെ ചെറിയ പെയിനുകളൊക്കെ വരുന്നു. പക്ഷെ അതന്നെയാണോ അല്ല, കുറച്ച് സിംറ്റംസ് ഡോക്ടർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്നതൊക്കെ ആണെങ്കിലും വിളിക്കാൻ പറഞ്ഞു, അപ്പൊ തന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഗൈസ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഇതിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഥവാ ഞങ്ങൾ എന്തെങ്കിലും എടുക്കാനുണ്ട് ഇല്ലത് ഇന്നത് എടുത്ത് തെറ്റാണെന്നൊക്കെ തോന്നുന്ന ഒരു കമന്റ് ചെയ്തു. പലർക്കും പല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞു, ചിലർക്ക് തോന്നുമ്പോൾ ഇന്നത് വേണ്ടായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ കുറെ കുട്ടിക്കുള്ള ക്രീംസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊന്നും ഇല്ല. അവിടെ തന്നെ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞിട്ട് കുട്ടിക്കുള്ള വീഡിയോ ഡ്രസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യുക ഡെലിവറിക്ക് വേണ്ടിയിട്ട്. എല്ലാവരും കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളും വെയിറ്റ് ചെയ്യണം. അതെ, അപ്പോൾ എന്തായാലും ബൈ.